എല്ലാവർക്കും നമസ്കാരം. ജിനോ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബെന്നിച്ചേട്ടനാണ്. നമ്മുടെ ഓറഞ്ച് വാലി റിസോർട്ട് വാഗമണിലെ GM ആണ് ബെന്നിച്ചേട്ടൻ. പിന്നെ സുരേഷ് ഫ്രണ്ട് ഓഫീസ് മാനേജർ സുരേഷ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ ഇവിടെ സ്റ്റേ ആയിരുന്നു. ഇപ്പം ഇതിനു മുമ്പ് ഇട്ട റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രോൺ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. 4 വർഷം തൊട്ടുണ്ട് സ്റ്റാർട്ടിംഗ് തൊട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 30 ഏക്കറിനകത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. വാഗമണിലെ ഏറ്റവും ഹിൽ ടോപ്പ് ആണ്. നമുക്ക് ഇപ്പോൾ ഉള്ളത് 16 റൂംസ് ആണ്. 16 റൂംസ് 2 കാറ്റഗറിയാണ് ഉള്ളത്. പ്രീമിയം റൂംസ് 8 റൂംസും ഡീലക്സ് റൂംസ് 8 റൂംസും. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഇപ്പം ഒരു നെക്സ്റ്റ് മന്ത് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആവും. ആ സൈഡിലാണ്. പിന്നെ നമുക്ക് പൂൾ വില്ല വരുന്നുണ്ട്, 5 പൂൾ വില്ല വരുന്നുണ്ട്. പിന്നെ ഒരു 10-12 റൂംസ് കൂടെ വരുന്നുണ്ട്. പിന്നെ കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം റെഡിയാവും. ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് സെറ്റ് ആവും അല്ലേ? ക്യാമ്പിംഗ് പ്രോപ്പർട്ടിയാണ്. അവിടെ നമുക്ക് 100 പേർക്ക് വരെ ടെന്റിനുള്ള ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം വലിയ ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. 45 പേരുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, മെഡോസിന്റെ അടുത്താണ്. അതൊരു 30 ഏക്കറിനകത്ത് ഒരു ടീ പ്ലാന്റേഷൻ ആണ്. ഒരു 2 റൂംസോട് കൂടിയുള്ള 30 ഏക്കർ നല്ലൊരു വലിയൊരു ഏരിയ ഉള്ളത്. പിന്നെ നമുക്കൊരു അനക്സ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ തന്നെ, വിദ്യാമിസ്റ്റർ. അത് നമുക്ക് അവിടെ 5 റൂംസ് ഉണ്ട്. ഇനിയിപ്പോ കിഡ്സിന്റെ ഒരു പ്ലേയിങ് ഏരിയ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഈ പൂള് ഓപ്പൺ ആകുന്ന കൂടി തന്നെ അതും ഉടനെ റെഡിയാണ് ആണല്ലേ? അപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ പൂളിന്റെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവും ആണല്ലേ? ഒരു ഇൻഫിനിറ്റി പൂളാണല്ലേ? ഇൻഫിനിറ്റി പൂളാണ് കിഡ്സിന്റെ. അതെ, ജെൻസിന്റെ ഇൻഫിനിറ്റി പൂൾ ആണ്. 75 പേർക്ക് വരെ നമുക്ക് ഇവിടെ സ്റ്റേക്ക് ഉള്ള ഇതുണ്ട്. ആണല്ലേ? ഇപ്പൊ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള ബസ്സൊക്കെ ഇന്നും ഉണ്ട്. അതുപോലെ അപ്പൊ ഫാമിലി ബാച്ചിലേഴ്സ് ഇങ്ങനെ റീയൂണിയൻ എല്ലാം ആണല്ലേ? ഇപ്പൊ 2 എങ്ങനെ വന്നാലും നമ്മൾ അതനുസരിച്ച് ഇപ്പൊ വിദ്യാഭ്യാസം ആണെങ്കിലും നിങ്ങളുടെ തന്നെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ആസ് എ ഗസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 10 out of 10 കൊടുക്കാൻ പറ്റൂട്ടോ എനിക്ക്. പിന്നെ ഇവിടെയുള്ള അഡ്വഞ്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയുള്ളത്? നമ്മളിവിടെ ഇപ്പൊ ചെയ്യുന്ന നമ്മളിപ്പോ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ഓഫ് റോഡ് ട്രക്കിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആണല്ലേ? നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞാനിത് കേട്ടായിരുന്നു ഇന്നലെ ഇതിന്റെ MD ആയിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ മിസ്റ്റർ ബിജു തോമസ് അല്ലേ? അപ്പോൾ പുള്ളി പറയണ്ടായിരുന്നു ഇവിടെ ഒരു കാട് എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ. അതെവിടെയാണ്? ഒരു 100 ഏക്കർ ഒരു കാട് തന്നെയാണ്. 100 ഏക്കർ കേട്ടോ, 100 ഏക്കർ. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ച് ഇപ്പൊ ട്രീ ഹൗസ് പോലെയും എല്ലാം ചെയ്യാൻ പോകണം. അതിന്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത പണി സ്റ്റാർട്ട് ചെയ്യുന്നു, ചെയ്യാൻ പോവാന്നല്ലേ? അപ്പൊ അതും കൂടെ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേറെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓറഞ്ച് വാലി ഗ്രൂപ്പ്സിന് നമുക്ക് കാട് സ്വന്തമായിട്ടൊക്കെ വാങ്ങിച്ചേക്കുന്ന ടീമാണ്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും സ്റ്റേക്കേഷൻ ആയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. വേറെ പുറത്ത് പോയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇവരുടെ ഒരു കാടിനുള്ളിൽ തന്നെയാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്യുന്നതാണ് അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരുടെ സ്റ്റാഫിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഇതെല്ലാം നമുക്ക് എന്താ പറയുക, എക്സെപ്ഷണലാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിസോർട്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ ഇവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണെന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻക്വയറിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പർ നോട്ട് ചെയ്യുക. അപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് വന്നാൽ മതി. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് തന്നെ വരുന്നത് ഓറഞ്ച് വാലി ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കി നിങ്ങൾ എത്ര പേരാണ് വരുന്നത്, എക്സ്ട്രാ ബെഡ് വേണോ, അതെല്ലാം വിളിച്ചിട്ട് ബെന്നിച്ചേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ റിസോർട്ട് ഏതെങ്കിലും മൂവിയിൽ കണ്ടിട്ടുണ്ടാവും? കഴിഞ്ഞിടയ്ക്ക് നമ്മളിവിടെ റിലീസ് ചെയ്ത ആന്റണിയുടെ ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നത്. നമ്മുടെ ജിനു ജോസഫ് വന്നിട്ട് ഒരു സീനൊക്കെ സീനുണ്ട്. അതൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ്. ആണല്ലേ? തങ്ങൾപ്പാറ, കുരിശുമല, മുരുകമല അതുപോലുള്ള ഏരിയ എല്ലാം നമ്മുടെ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു എല്ലാ ഡിസ്റ്റൻസിലോട്ട് ഒരു 3 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. 360 വ്യൂ വരും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാമെന്നുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ബെന്നിച്ചേട്ടനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടാ. താങ്ക് യു ബെന്നിച്ചേട്ടാ. താങ്ക് യു.